എല്ലാവർക്കും നമസ്കാരം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ചതിന് ശേഷം വിജയിച്ചവരും വിജയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളും എന്നുള്ള നിലക്കാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വേണ്ടി മത്സരിച്ച് വലിയ പരിശ്രമത്തിനൊടുവിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ ആദ്യമേ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവരുടെ വിജയത്തിന് പിറകിൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകന്മാർ. അതുകൊണ്ട് ഈ ജില്ലയിൽ 2020 അപേക്ഷിച്ച് വലിയ മുന്നേറ്റം സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈസ്റ്റ് ജില്ലാ ഘടകത്തിനും അതിന്റെ നേതാക്കന്മാർക്കും ഈ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഭാരവാഹികൾക്കും എല്ലാ സഹപ്രവർത്തകന്മാരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നമ്മുടെ മുമ്പിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നുള്ളത് കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്ത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയും നാം നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല എന്ന ആസൂത്രിതമായ ഒരു അജണ്ട ഏറ്റവും വിദഗ്ധമായി പ്രാവർത്തികമാക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ BJP വിരുദ്ധ അജണ്ടയെ ഏറ്റവും ശാസ്ത്രീയമായിട്ടും സമഗ്രമായിട്ടും ആസൂത്രിതമായിട്ടും അത് പ്രാവർത്തികമാക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലക്കുന്നത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെയുള്ള വലിയ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണക്കിന്റെ കളികൾ വെച്ച് നോക്കിയാൽ 2020 നിന്ന് 2025 എത്തുമ്പോൾ ചെറിയ നമ്പറിന്റെ വ്യത്യാസം മാത്രമേ ഒരുപക്ഷെ നാം കാണുകയുള്ളൂ. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിനും അപ്പുറത്താണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള എല്ലാ മുന്നണികളെയും പൊതുവായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട BJPയെ ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കരുത്, ഒരു തദ്ദേശഭരണ സ്ഥാപനങ്ങളെയും അധികാരത്തിലേക്ക് BJP വരാൻ പാടില്ല. ഇതായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെയും അജണ്ട. ആ അജണ്ട ഫലപ്രദമായി പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഒരുപാട് സ്ഥലത്ത് ആ അജണ്ട വിജയകരമായി പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ ആയിരക്കണക്കിന് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് ഈ പ്രാവശ്യം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. CPM കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ തോൽപ്പിക്കുക എന്ന ഒരു ഏകമുഖ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ആ പരിശ്രമത്തിന്റെ ഭാഗമായി കേരളത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള വാർഡുകൾ നോക്കുമ്പോൾ, ഗ്രാമപഞ്ചായത്തുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 3000-ലേറെ വാർഡുകളിൽ BJP പരാജയപ്പെട്ടത് ഈ പരസ്പര ധാരണയോട് കൂടിയിട്ടുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും മത്സരത്തിലൂടെ അവർ ഒരുമിച്ച് നമ്മളെ തോൽപ്പിച്ചതാണ്. അതിലായിരുന്നുവെങ്കിൽ കേരളത്തിൽ നാം ഇന്ന് ജയിച്ചതിന്റെ 2 സീറ്റുകൾ നമുക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ആത്മവിശ്വാസമുള്ളത് 3000-ലേറെ സീറ്റുകൾ, ഏതാണ്ട് 3100-3200 സീറ്റുകളിലാണ്
കോൺഗ്രസും CPM പരസ്പരം സഹായിച്ച് ഇന്ത്യ സഖ്യമുണ്ടാക്കി കേരളത്തിൽ നമ്മളെ തോൽപ്പിച്ചത്. അതുകൂടി ലഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് 5000-ഓളം ആകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 4 സീറ്റുകൾ നമുക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. ഫലത്തിൽ അത് നമ്മൾ ജയിച്ചിട്ടുള്ള സീറ്റുകൾ തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരം പോരടിച്ച് മത്സരിക്കുന്നവർ മൂന്നാമതൊരു കക്ഷിയെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്പരം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്ന് പറയുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിലെ മര്യാദകളാണ്. ആ മര്യാദകള് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സീറ്റുകൾ കൂടി നോക്കിയാൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 5000-ഓളം സീറ്റുകൾ നാം ജയിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് 4 സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കേണ്ടതായെന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നാം തോറ്റു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ സീറ്റുകൾ നാം ജയിച്ചിട്ടുള്ളത് തന്നെയാണ്. അവിടെ വോട്ടിംഗിന്റെ പാറ്റേൺ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടത് സമാനമായ രീതിയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോ 41 ഇടങ്ങളിലാണ് നമ്മുടെ പാർട്ടി ഒന്നാമതെത്തുകയോ ഭൂരിപക്ഷം കൈവരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയപ്പോ 30 സ്ഥലത്താണ് നമുക്ക് ഭരണം പിടിക്കാൻ വേണ്ടി സാധിച്ചത്. 11 പഞ്ചായത്തിൽ നമുക്ക് പ്രസിഡന്റുമാരെ ജയിപ്പിക്കാൻ കഴിയാതെ പോയത് കോൺഗ്രസും CPM ഒരുമിച്ചതുകൊണ്ട് മാത്രമാണ്. അവർ ഒരുമിച്ചില്ലായിരുന്നുവെങ്കിൽ ആ 11 കൂടി നമുക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട കേരളത്തിൽ ഇപ്രാവശ്യം ഫലപ്രദമായി അവർ നടപ്പിലാക്കി. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന, നമ്മുടെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ വിജയത്തിലേക്ക് കടന്നെത്താൻ നമുക്ക് സാധിച്ചു. ആ വിജയം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികളെയും മുന്നണികളെയും ഞെട്ടിച്ചത് അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും വസ്തുതകളും ചെറുതൊന്നുമല്ല. കാരണം 2025 തെരഞ്ഞെടുപ്പ് നൽകുന്ന രാഷ്ട്രീയ സന്ദേശമുണ്ടാണ്. ആ രാഷ്ട്രീയ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 60 വർഷക്കാലമായിട്ടുള്ള കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 2 മുന്നണികൾക്കിടയിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമായിരുന്നു. ഒന്നുകിൽ UDF ആകും, അല്ലെങ്കിൽ LDF ആകും. ഈ 2 മുന്നണികളുമല്ലാത്തവർ ഒറ്റക്കും അവിടെയും ഇവിടെയുമൊക്കെ ജയിക്കുക എന്നുള്ളതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ 6 പതിറ്റാണ്ട് കാലമായിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ UDF-നെ കോൺഗ്രസിനെ സ്വീകരിക്കും, അല്ലെങ്കിൽ CPM-നെ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ജയിക്കാനും ഭരിക്കാനും സാധിക്കുന്ന മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് 2025 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. തിരുവനന്തപുരത്ത് നാം ആർജിച്ചെടുത്തിട്ടുള്ള നേട്ടം അതൊരു ചെറിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നാം നേടിയിട്ടുള്ള കാര്യമല്ല. തിരുവനന്തപുരത്തെ വിജയം കേരളത്തിലെ എല്ലാ പ്രദേശത്തിലും വലിയ പാഠമായിട്ടുള്ള വിജയം തന്നെയാണ്. 2005 തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരുവനന്തപുരത്ത് 6 മെമ്പർമാരുണ്ട്. 2010 ആയപ്പോ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോ അത് 3 കുറഞ്ഞു. അവിടെ നിന്നുമാണ് 2015 നാം 35 സീറ്റിലേക്ക് വലിയ കുതിച്ചുചാട്ടം തിരുവനന്തപുരത്ത് നടത്തുന്നത്. 2015 കഴിഞ്ഞ് 2020 എത്തിയപ്പോ ആ 35 സീറ്റുകൾ നിലനിർത്താൻ നമുക്ക് സാധിച്ചു.
അത് 2025 എത്തുമ്പോൾ അത് 50 സീറ്റുകളാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. 100% നാം വിജയിക്കേണ്ട നമ്മുടെ 4-5 സിറ്റിംഗ് സീറ്റുകൾ ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് 55-56 സീറ്റുകൾ ജയിച്ച് കൃത്യമായുള്ള ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോഴും ഭൂരിപക്ഷം നമുക്കുണ്ട്, പക്ഷെ ഇതിനേക്കാൾ വലിയ സീറ്റുകൾ കരസ്ഥമാക്കാൻ സാധിക്കുമായിരുന്നു. തിരുവനന്തപുരം ഒരു പാഠമാണ് എന്ന് പറയാനുള്ള കാരണം, സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ജയിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ വിജയം നിലനിർത്തുക എന്നുള്ളത് എളുപ്പമല്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് അതാണ്. 2020 ഈ കോട്ടയം ഈസ്റ്റ് ജില്ലയിൽ നാം ജയിച്ച എത്ര വാർഡുകൾ ഈ പ്രാവശ്യം നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു? നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കും. ഞാൻ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് റെഡിമെയ്ഡ് ഉത്തരവുണ്ടെന്ന് എനിക്കറിയാം. അത് വാർഡ് വിഭജിച്ചു, കഴിഞ്ഞ പ്രാവശ്യത്തെ വാർഡായിരുന്നില്ല, ആ വാർഡിന്റെ ഒരു ഭാഗം അപ്പുറത്ത് കയറിപ്പോയി, ഒരു ഭാഗം ഇപ്പുറത്ത് പോയി, അതുകൊണ്ട് പഴയ വാർഡല്ല ഞങ്ങളുടെ വാർഡ്. അതൊരു ന്യായീകരണമാണ്. പക്ഷെ 5 കൊല്ലക്കാലം നാം പ്രതിനിധാനം ചെയ്തൊരു വാർഡ് വീണ്ടും നിലനിർത്താൻ കഴിയണ്ടേ? അത് കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് ജയിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ ജയം നിലനിർത്തുക എന്നുള്ളത് അത് പരിശ്രമകരമായ ഒരു ജോലിയാണ്, എളുപ്പമല്ല. ഞാൻ തിരുവനന്തപുരത്തെ ഒരു പാഠം പറയാൻ കാരണം 2005 മുതൽ ക്രമാനുഗതമായി അവർ ജയിച്ച സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയിടങ്ങളിൽ ജയിക്കാൻ ആ നഗരത്തിലെ പാർട്ടി പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും സാധിച്ചു. അത് കോട്ടയം ഈസ്റ്റ് ജില്ലയിലെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു പഞ്ചായത്തിന്റെ ഭരണം ഉണ്ടായിരുന്നു. നിങ്ങൾ ടോട്ടൽ ടാലയുമ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യം ഒരു പഞ്ചായത്തെ ഭരിച്ചുള്ളൂ, ഈ പ്രാവശ്യം 2 പഞ്ചായത്ത് ഭരിച്ചു, ഞങ്ങൾ നേരെ ഇരട്ടി വിജയത്തെ ഭരിച്ചിട്ടുണ്ട്. ടെക്നിക്കലി ശരിയാണ്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച പഞ്ചായത്ത് അവിടെ പോയി. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച പഞ്ചായത്ത് പോയി, ഈ പ്രാവശ്യം പുതിയൊരു പഞ്ചായത്ത് കിട്ടി. അവിടെയും ഞാൻ ആവർത്തിക്കുന്നത് വിജയം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് നാം ജയിച്ചവരും ജയിപ്പിച്ചവരെയും ഒരുമിച്ച് വിളിക്കുമ്പോൾ 5 വർഷം കഴിഞ്ഞ് വീണ്ടും നാം ഒരുമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് ഈ പ്രാവശ്യം നാം ജയിച്ച 72 വാർഡുകൾ നിലനിർത്തുകയും അതിനപ്പുറത്തേക്ക് 200 വാർഡുകൾ കൂടി കൂടുതലായി ജയിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പാർട്ടിയുടെ യഥാർത്ഥമായിട്ടുള്ള വിജയമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. നാം ആലോചിക്കുക, അതുകൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ. ഞാൻ നിങ്ങളുടെ ജില്ലയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇവിടെ പറയുന്നതുകൊണ്ട് ഈസ്റ്റ് ജില്ലയുടെ ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ ധാരാളം ഇടങ്ങളിൽ നമ്മുടെ സിറ്റിംഗ് സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ സീറ്റുകൾ കൂടി നിലനിർത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ലെങ്കിൽ ഈ പ്രാവശ്യം കിട്ടിയതിന്റെ നേരെ ഇരട്ടി നമുക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. ചെറിയ വോട്ടുകൾക്കാണ് പലയിടത്തും നമുക്ക് നഷ്ടപ്പെട്ടത്. 10 വോട്ട്, 15 വോട്ട്, 20 വോട്ട്. ചില പഞ്ചായത്തുകളുടെ ഭരണമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് 10-ൽ താഴെ വോട്ടുകൾക്കാണ്. ഇപ്രാവശ്യം നമ്മൾ ഒരു കണക്കെടുത്തപ്പോ കേരളത്തിൽ 24 പഞ്ചായത്തുകളുടെ ഭരണം BJPക്ക് നഷ്ടപ്പെട്ടത് 10 വോട്ടിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ 1 വോട്ടിൽ തോറ്റു, 2 വോട്ട് വെച്ചു, 3 വോട്ടിലൊക്കെ 2-3 സീറ്റുകൾ തോൽക്കുമ്പോൾ ഒരു പഞ്ചായത്തിന്റെ ഭരണം അപ്പാടെ നമുക്ക് നഷ്ടമാവുകയാണ്. അങ്ങനെ 2 ഡസനിലേറെ പഞ്ചായത്തുകൾ നമുക്കിങ്ങനെ കേരളത്തിൽ നഷ്ടമായിട്ടുണ്ട്. ഇതെല്ലാം വലിയ പാഠമാണ് നമുക്ക്. പക്ഷെ പാഠമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് നമുക്കെല്ലാവർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ CPM-നും കോൺഗ്രസിനും ബദലായി ഈ UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയത്തിന് ബദലായി ഒരു മൂന്നാമത്തെ രാഷ്ട്രീയ ശക്തി, ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ആ സാധ്യത വിജയകരമായിട്ടുള്ള സാധ്യതയാണ്
കേരളത്തിൽ ജയിക്കാനും ഭരിക്കാനും സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറി എന്നുള്ളതാണ് 2025 ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് 2026 നാം കടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ആത്മവിശ്വാസമാണ് ലഭ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയും നാം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ടത് ഏറ്റവും ഭാവാത്മകമായ, ഏറ്റവും പോസിറ്റീവായ മുദ്രാവാക്യവുമായിട്ടാണ്. ഒരു വിശ്വാസമുണ്ടായിരുന്നു കേരളത്തിലെ ആളുകൾക്ക്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കണമെങ്കിൽ വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ബിജെപിക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു വിശ്വാസം നമ്മളെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്ന ആൾക്കാർക്കും ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഈ പ്രാവശ്യം കേരളത്തിൽ നാം തകർത്തത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളോട് ഇടപെടാനും വോട്ട് ചോദിക്കാനും വോട്ട് വാങ്ങാനും വിജയിക്കാനും ജനങ്ങളെ ഏതെങ്കിലും ഒരു വൈകാരികതയെ ഊതിപ്പെരിപ്പിച്ച് ആ അതിവൈകാരികതയുടെ പേരിൽ മാത്രം ജയിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിന്റെ കടക്കലാണ് ഈ പ്രാവശ്യം നാം കത്തിവെച്ച് ഇല്ലാതാക്കിയത്. നാം ജനങ്ങളോട് വൈകാരികതയെക്കുറിച്ചല്ല സംസാരിച്ചത്. കേരളം മുഴുവനും നാം സംസാരിച്ചത് വികസനത്തെക്കുറിച്ച് മാത്രമാണ്. ബിജെപിയെ പോലെയുള്ള ഒരു പാർട്ടി, ആ പാർട്ടി ജനങ്ങളെ വൈകാരികതയ്ക്കപ്പുറത്ത് വികസനത്തെ പോലെയുള്ള അതിഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വോട്ടാകുമോ എന്ന് സംശയിച്ചവരുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ നാം കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കുന്ന വികസനത്തെക്കുറിച്ച് മാത്രമാണ്. പലപ്പോഴും നമ്മുടെ മുതിർന്ന പ്രധാനപ്പെട്ട പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, നാം വികസനം മാത്രം പറഞ്ഞാൽ മതിയോ? വികസിത കേരളം എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് വോട്ട് കിട്ടുമോ? വികസിത പഞ്ചായത്തിനെ കുറിച്ചും വികസിത മുനിസിപ്പാലിറ്റിയും ഒക്കെ നാം ഇങ്ങനെ പറഞ്ഞാൽ, നാടികൾക്ക് 40 വട്ടം വികസനം മാത്രം പറഞ്ഞാൽ ബിജെപിക്ക് വോട്ട് കിട്ടുമോ എന്ന് സംശയിച്ചവർ നമുക്ക് അകത്തുമുണ്ട്, നമുക്ക് പുറത്തുമുണ്ട്. ആ മുദ്രാവാക്യം വോട്ട് വാങ്ങി തരില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോഴെല്ലാം ആ വാദമുഖങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാട് നിരന്നപ്പോഴും ആ മുദ്രാവാക്യത്തിൽ നിന്ന് നാം പുറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിൽ ഒരു മുദ്രാവാക്യവും ഒരു ആശയവും നടപ്പിലാക്കാൻ നാം ശ്രമിച്ചു. ആവർത്തിച്ച് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടുകൾ ജനങ്ങളോട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ പ്രധാനമായിട്ട് പ്രശ്നത്തിന് ഉത്തരവാദികൾ വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഇരു മുന്നണികളുടെയും രാഷ്ട്രീയമാണ് എന്ന് ഓരോ പ്രാവശ്യവും കേരളത്തിലെ ജനങ്ങളുടെ മേൽ പറയാൻ, അതവരുടെ മനസ്സിനെ കടിച്ചേൽപ്പിക്കാൻ നാം പരിശ്രമിച്ചു. ആ പരിശ്രമത്തിന്റെ വിജയകരമായ ഒരു അവസാനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിലെ ജനം വോട്ട് ചെയ്യും എന്ന് നാം തെളിയിച്ചു കൊടുത്തു. ഭാരതീയ ജനതാ പാർട്ടിക്ക് വികസനത്തെക്കുറിച്ച് പറഞ്ഞാൽ ജനമത് വിശ്വസിക്കും എന്നീ പ്രാവശ്യം തെരഞ്ഞെടുപ്പോടുകൂടി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നാം വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ മാറ്റാൻ വേണ്ടി മറ്റു പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ശബരിമല വിഷയം വന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വന്നപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലക്ക് നാം അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ വിഷയം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും നാം നടത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, ആ സന്ദർഭത്തിലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വൈകാരികമായി ബാധിക്കുന്ന ഒരു വലിയ വിഷയം കേരളത്തിൽ കത്തിരുന്നപ്പോഴും നാം ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും
വികസനം എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് നാം പുറകോട്ട് പോയിട്ടില്ല. നാം ശബരിമലയിലെ വിശ്വാസത്തെയും കൂട്ടിയിണക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചത് ആദ്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. നമ്മളെക്കുറിച്ചുള്ള പരാതി എന്തായിരുന്നു? നാം ഈ ആടിലകടിക്കും പോലെ ഓരോ വിഷയങ്ങൾ കടിച്ചു പോകും. ഒരു വിഷയം ഏറ്റെടുക്കും, ഒരു 10-20 ദിവസം കഴിയുമ്പോൾ അത് വെച്ചിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് പോകും. ഈ പ്രാവശ്യം അങ്ങനെയായിരുന്നില്ല. നിങ്ങളെല്ലാവരും എന്തിനാ വോട്ട് ചോദിച്ചത്? കേരളത്തിലെ മുഴുവൻ പാർട്ടിയും വോട്ട് ചോദിച്ചത് വികസന കേരളം എന്നുള്ള ആശയത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി നമുക്ക് ആ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാധിച്ചു, അവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വികസനത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നൊരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു എന്നതാണ്. 2026 നമുക്കത് വലിയ ഇന്ധനമാണ്. നാം മുദ്രാവാക്യം ആവർത്തിക്കുന്നു. 2026 ഏപ്രിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലും നമുക്ക് മറ്റൊരു മുദ്രാവാക്യമില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ പലതും കേടുവരും. ആ വിഷയങ്ങളെല്ലാം നാം സ്പർശിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴും മുദ്രാവാക്യം നാം മാറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം കേരളത്തിലെ ജനങ്ങളുമായി അവരുടെ ജീവൻ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളുമായി സംവദിക്കാൻ നമുക്ക് സാധിക്കും. ഒരു വിഷയം നിരന്തരമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വോട്ട് വാങ്ങാൻ, ജയിക്കാൻ നമുക്ക് സാധിക്കും എന്ന് നാം കേരളത്തിൽ തെളിയിച്ചു. ഇതിന്ത്യയിൽ ആദ്യമായി തെളിയിച്ച സംസ്ഥാനം കേരളമല്ല. വികസനം പറഞ്ഞാൽ ജനം വോട്ട് ചെയ്യുമെന്ന് നാം ആദ്യം തെളിയിച്ചത് ഗുജറാത്തിലാണ്. പലതും ഗുജറാത്തിന് കേരളവുമായി സാമ്യമുണ്ട്. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് വലിയ വിജയം കൈവരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം നാം പിടിച്ചടക്കിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിൽ കേരളത്തിലെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി നാം കൈവരിച്ചിട്ടുള്ള വലിയ വിജയമുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ടായി നാം ഗുജറാത്തിൽ ജയിക്കാൻ വേണ്ടി തോന്നി. ആ വിജയത്തിന് ആരംഭം കുറിച്ചത് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ BJP ജയിച്ചതോടുകൂടിയാണ്. അതിനുശേഷം ഗുജറാത്തിലെ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അഹമ്മദാബാദിലെ വിജയത്തിന് ശേഷം ഗുജറാത്തിൽ വിജയം ആവർത്തിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗുജറാത്തിൽ വിജയം ആവർത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10-35 കൊല്ലക്കാലമാണ്. അതിനെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദാഹരിച്ചത് തിരുവനന്തപുരത്തെ വിജയത്തോടുകൂടി. തിരുവനന്തപുരത്തെ വിജയം സമാനമാണ് കേരളത്തിലെ വിജയം ആവർത്തിക്കാൻ സാധിക്കും. അതൊരു ഉദാഹരണമാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി എന്നെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുപോലെയായിരുന്നു. ഗുജറാത്തിൽ ആദ്യത്തെ കലാപത്തിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നാം ഗുജറാത്തിൽ അന്ന് ആ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഗുജറാത്ത് കലാപത്തെ കുറിച്ചായിരുന്നു. അവിടുത്തെ കൊലപാതകങ്ങളും കലാപങ്ങളും ഒക്കെയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി വീണ്ടും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. തോൽക്കുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൽ നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രി. 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദി നേരിട്ടത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ല. ആ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ അദ്ദേഹം വോട്ട് ചോദിച്ചത് വികസനത്തെ കുറിച്ച് പറഞ്ഞതാണ്. അന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എഴുതി കലാപാനന്തര ഗുജറാത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ, വൈകാരികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാതെ, പ്രത്യേകിച്ചും ഗുജറാത്തിലെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിന്റെ വൈകാരികതയെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാതെ വികസനത്തെ കുറിച്ച് സംസാരിച്ചാൽ ഗുജറാത്തിൽ BJP ജയിക്കില്ല
എന്ന് ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കവിട് വെച്ച് എഴുതിയിട്ടുള്ളതാണ്. എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കലാപത്തെക്കുറിച്ച് പറയാതെ, കലാപത്തെ അടിച്ചമർത്തിയതിനെ കുറിച്ച് പറയാതെ, മുസ്ലിം ഭീകരവാദത്തെക്കുറിച്ച് പറയാതെ, ഗോത്രയെക്കുറിച്ച് പറയാതെ, വികസനത്തെക്കുറിച്ച് മാത്രം നരേന്ദ്രമോദി എന്തുകൊണ്ട് പറയുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് 48 മണിക്കൂർ നേരം നിലനിൽക്കുന്ന ഒരു സത്യാഗ്രഹം നടത്തിക്കൊണ്ടാണ്. ഗാന്ധിനഗറിൽ 48 മണിക്കൂർ സദ്ഭാവന സത്യാഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് മോഡൽ വികസനത്തിന് വേണ്ടി സമാധാനപൂർണമായ ഒരു ഗുജറാത്ത് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യാഗ്രഹ സമരം. ആ സത്യാഗ്രഹ സമരം പോലെ ഈ രാജ്യത്ത് പരിഹസിക്കപ്പെട്ടിട്ടുള്ള സമരം ഉണ്ടായിരുന്നില്ല. രാജ്യത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ സമരത്തെ പരിഹസിച്ചു. ഒരാൾ പോലും അനുകൂലിക്കാൻ കഴിയുന്നില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും സദ്ഭാവന സത്യാഗ്രഹം ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് പരിഹാസ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സദ്ഭാവന സത്യാഗ്രഹം ഗുജറാത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ഭൂമികയ്ക്കുള്ള തുടക്കമായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചാൽ ഗുജറാത്തിനെ പോലെ സംസ്ഥാനത്ത് ജയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാണിച്ചതും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ വിശാരദന്മാരെ, രാഷ്ട്രീയത്തിലെ എല്ലാ ജ്യോത്സ്യന്മാരെയും അമ്പരപ്പിച്ചുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് ജയിക്കുകയും ചെയ്ത സംസ്ഥാനമായി ഗുജറാത്തിനെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സമാനമാണ് കേരളം. 2025 വികസിത കേരളത്തെ കുറിച്ച് പറഞ്ഞ് കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ 2026 ഇതേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമികയിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ കേരളത്തിന് നാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലഭിച്ച സംഖ്യകളെ കുറിച്ച്, വിജയിച്ച എണ്ണത്തെക്കുറിച്ച്, ഭരിക്കുന്ന പഞ്ചായത്തുകളെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. അതിനപ്പുറത്ത് കേരളത്തിൽ ഈ വിജയമുണ്ടാക്കിയിട്ടുള്ള വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള സന്ദേശമാണ്. കേരളത്തിൽ നിരവധി വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നാം പടർന്നു കയറിയത് മുഴുവനും തന്നെ പരമ്പരാഗതമായി CPM-ന്റെയും കോൺഗ്രസിന്റെയും മേഖലകളിലേക്കാണ്. ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത്, ഈ മൂന്നാർക്കക്കര പഞ്ചായത്ത് LDF ആണ്. എത്ര പഞ്ചായത്ത്? 10 വർഷം. 10 വർഷമായി ഭരിക്കുന്ന പഞ്ചായത്ത് കിടന്നാണ്. കേരളത്തിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും പരമ്പരാഗതമായ ഒരുപാട് ശക്തി കേന്ദ്രങ്ങൾ, അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാം വിജയിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊല്ലം ജില്ലയിൽ, നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. BJPക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഒരു പൊതുയോഗം നടക്കാൻ സാധിക്കില്ല. പൊതുയോഗം വെക്കണമെങ്കിൽ നാം എല്ലാ ഭാഗത്തും ആളുകളെ കൂട്ടി അംഗരക്ഷകന്മാരെ ഉണ്ടാക്കി സ്റ്റേജിൽ കാവൽ നിൽക്കണം. എനിക്ക് അനുഭവങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. ഇല്ലാതെ ഒരു യോഗം അവിടെ നടത്താൻ വേണ്ടി സാധിക്കില്ല. മാസചക്ര വിരുദ്ധ സമിതി ഉണ്ടാക്കിയ കാലഘട്ടത്തിലുണ്ട്. പൊതുയോഗം ആരംഭിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. പൊതുയോഗം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് ഞാൻ പൊതുയോഗം അവസാനിപ്പിച്ചു. കാരണം കൂക്കിവിളി കൊണ്ട് ഒന്നും നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കില്ല. അവസാനിപ്പോൾ തിരിഞ്ഞു പോയതാണ്. BJPക്ക് ഒരു യോഗം വെക്കാൻ സാധിക്കില്ല, ഒരു പരിപാടി വെക്കാൻ സാധിക്കില്ല, നമുക്ക് മത്സരിക്കാൻ സാധിക്കില്ല. ഈ പ്രാവശ്യം നാം മത്സരിച്ചത് അവിടുത്തെ പഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. CPM-കാർ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് നാം ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നിട്ട്, ബ്ലോക്ക് ഓഫീസിൽ വന്നിട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക കൊടുത്താണ്. കടക്കൽ പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെയുള്ള പഞ്ചായത്ത് CPM അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചൊരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഈ പ്രാവശ്യം നാം മത്സരിച്ചത് മാത്രമല്ല,
ഒരു പെൺകുട്ടി നല്ല ഭൂരിപക്ഷത്തിന് ആ പഞ്ചായത്തിൽ ഈ പ്രാവശ്യം വിജയിച്ചു. CPM-ന്റെ അണ്ണാക്കിന് വെടിവെച്ചതിന് തുല്യമായി പോയി. ഒരു 10 കൊല്ലത്തേക്ക് കടക്കല CPM-കാർ ഉറങ്ങില്ല. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മത്സരിക്കാനേ സമ്മതിക്കാത്ത സ്ഥലത്ത് നാം ഒരു സീറ്റ് ജയിക്കുക. പക്ഷെ കഴിഞ്ഞു, നാം ജയിച്ചു പ്രാവശ്യം. ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ നിലമ്പൂർ പഞ്ചായത്തുണ്ട്. ഇവിടെ പത്മകുമാർജി ഇവിടെ ഉണ്ട്. പത്മകുമാർജി വിഭാഗക്കാരുമായിരുന്ന സമയത്താണ്. അതാണ് നിലമ്പൂർ പഞ്ചായത്തില് നമുക്ക് യോഗം വെക്കാൻ സാധിക്കുമായിരുന്നില്ല. 2015 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ഞാൻ ആലപ്പുഴ ജില്ലയുടെ പ്രഭാരിയായിരുന്നു. ഞങ്ങൾ കുട്ടനാട് മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് വാർഡിലും മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിശ്രമം നടത്തിയപ്പോൾ അന്ന് ആ പഞ്ചായത്തിന്റെ ആളുകൾ പറഞ്ഞത്, മത്സരിക്കാം, പക്ഷേ ഞങ്ങളുടെ ജീവൻ നിങ്ങൾ ഗ്യാരണ്ടി തരണം. അങ്ങനെ പഞ്ചായത്താണ്. എനിക്ക് അത്ഭുതം തോന്നിപ്പോ ഈ പ്രാവശ്യം ആ പഞ്ചായത്ത് BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചെറിഞ്ഞപ്പോൾ 2005 ശേഷം 10 വർഷം കൊണ്ട് ഒരു പഞ്ചായത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഈ പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ള ആളുകളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ CPM സമ്മതിച്ചില്ല. കള്ളക്കേസ് കുടിക്കാതെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെയുള്ള പഞ്ചായത്തിൽ നാം ജയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ചെങ്ങന്നൂരിൽ 5 പഞ്ചായത്തുകൾ നമ്മളാണ് ഭരിക്കുന്നത്. അതും CPM-ന്റെ അപ്രമാദിത്വമാർന്ന പഞ്ചായത്തുകൾ. എത്രയോ വർഷമായ 10-40 കൊല്ലക്കാലം ഇപ്പൊ നമ്മള് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന ബുധനൂർ പഞ്ചായത്ത് 4 പതിറ്റാണ്ട് കാലമായി CPM ഭരിക്കുന്ന പഞ്ചായത്ത്. 40 കൊല്ലം CPM ഭരിക്കുന്ന പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് ഈ പ്രാവശ്യം നാം ഭൂരിപക്ഷം നേടി വിജയിക്കുന്നത്. ഞാനിതെല്ലാം സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് ആകെ നയിച്ചവരെ എന്ന് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ കാണുള്ളൂ. പക്ഷേ കേരളത്തിൽ ഈ പ്രാവശ്യം ജയിച്ചിട്ടുള്ള ഓരോ സ്ഥലവും നാം പരിശോധിക്കണം. ആ പരിശോധിക്കുന്നതെല്ലാം കേരളത്തിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും തട്ടകങ്ങളിലാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ നമ്മൾ ഒരാൾ ജയിച്ചു. അത്ഭുതമാണ്. ചിറ്റാരിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത, ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കടഞ്ഞ സ്ഥലമാണ്. ശോഭായാത്ര നടത്താനൊന്നും പറ്റില്ല. ശോഭായാത്രയോട് വഴിമാറി പോകാൻ പറ്റില്ല. എന്നിട്ട് അവരവിടെ വലിയ ഫ്ലക്സ് ഉയർത്തി, ഈ പ്രദേശം ചിറ്റാരിപ്പറമ്പ് RSS നിരോധിത മേഖലയാണ്. എവിടെയാണോ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കടഞ്ഞത് ആ ടൗൺ ഉൾക്കൊള്ളുന്ന വാർഡ് ഈ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. CPM-കാർ പോലും അത്ഭുതപ്പെട്ടു വീണ്, നമ്മൾ അത്ഭുതപ്പെട്ടു വീണു. പക്ഷെ ആൾ വിജയിച്ചു. പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ നമുക്കൊരു മെമ്പറുണ്ട്. EP ജയരാജന്റെ വാർഡാണ്. സാങ്കേതികമായി CPM പറയും EP ജയരാജന്റെ വാർഡ്. കാരണം നേരത്തെ EP ജയരാജന് വോട്ട് ചെയ്ത വാർഡാണ്. വാർഡ് പിടിച്ചപ്പോ ഇപ്പുറത്തെ വാർഡിലായിരുന്നു EP ജയരാജൻ. പക്ഷേ EP ജയരാജന്റെ കുടുംബ വീട് ഉൾക്കൊള്ളുന്ന വാർഡാണ്. CPM അല്ലാതെ ആ വാർഡിൽ, ആ പഞ്ചായത്തും വാർഡും ഉണ്ടായ കാലം മുതൽ മറ്റാരും ജയിച്ചിട്ടില്ല. ഇപ്രാവശ്യം നമ്മളാണ് ജയിച്ചത്. ഇപ്പോഴും CPM-ന് അത് ഗ്രഹിക്കുന്നില്ല നമ്മൾ എങ്ങനെ ജയിച്ചു എന്ന്. CPM-ന് കേന്ദ്രങ്ങൾ മാത്രമല്ല, മലപ്പുറം, കോട്ടയത്തും ആലപ്പുഴയൊക്കെ ജയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. മലപ്പുറത്ത് ഈ പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഒരു പഞ്ചായത്ത് ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു. അടപ്പാൾ ഗ്രാമപഞ്ചായത്തില് 5 മെമ്പർമാരാണ് നമുക്ക് ജയിച്ചത്. 7 മെമ്പർമാരെ നമുക്ക് ഭരിക്കാമായിരുന്നു. ആ 7 2 പേർ തോറ്റത് 15 വോട്ടിന് താഴെയാണ്. ഒരാൾ 7 വോട്ടും ഒരാൾ 8. 15 വോട്ട് വരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. ഇങ്ങനെ മുഴുവൻ കേരളത്തിൽ നാം നോക്കിയാൽ ഇതുപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 50 കൊല്ലമായി നാം ഭരിക്കുന്ന പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്ത്. ഈ പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും ഒരു മുന്നണിയായി, ജനകീയ മുന്നണിയായി അവർ മത്സരിച്ചു. പക്ഷേ 51ാമത്തെ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ സീറ്റുകളുമായി നാം വീണ്ടും ആ പഞ്ചായത്ത് ജയിച്ചു.
50 വർഷം ഒരു പഞ്ചായത്ത് ഭരിച്ചിട്ടും ജനം BJP വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നാം 2 പഞ്ചായത്തുകളിൽ ജയിച്ചത് LDFും UDFും ഒരു മുന്നണിയായി മത്സരിച്ചുകൊണ്ടാണ്. കോമൺ സ്ഥാനാർത്ഥി നിർത്തി. ചില വാർഡുകൾ CPM സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥിയായിരിക്കും. ചില വാർഡിൽ ലീഗിന് CPM സ്ഥാനാർത്ഥി ഉണ്ടാകും, ലീഗിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതിനത് ജീവിച്ചുകൊണ്ട് നാം മത്സരിച്ചു, പഞ്ചായത്തിന്റെ ഭരണം നാം പിടിച്ചെടുക്കി. ഞാൻ എന്നെയാണ് പറയുന്നത്, ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ധാരാളമുണ്ട്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയില് പുത്തൂർ പഞ്ചായത്ത് ഈ പ്രാവശ്യം BJP ആണ് ഭരിക്കുന്നത്. കേരളത്തിലെ പാവപ്പെട്ട വനവാസി സമൂഹം ആരോടൊപ്പമാണ് എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ടുള്ള സൂചനയാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് 2025 തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും നൽകുന്ന സന്ദേശവും ആത്മവിശ്വാസവും ചെറുതല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ മാറ്റമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. ഈ ആത്മവിശ്വാസവുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇനിയുള്ള 3 മാസക്കാലം പ്രവർത്തിക്കേണ്ടത്. ജയിച്ചവർ, ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയവർ, ആ വിജയത്തിനും പരാജയത്തിനുമെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ചാൽ ഈസ്റ്റ് ജില്ലയിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ നമ്മുടെ ജില്ലയിലാണുണ്ട്. കാഞ്ഞിരപ്പള്ളി മണ്ഡലമായാലും ചങ്ങനാശ്ശേരി ആയാലും പൂഞ്ഞാറായാലും പുതുപ്പള്ളിയുമൊക്കെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വോട്ടുവിഹിതമാണ് നാം വർദ്ധിപ്പിച്ചത്. 2014 ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് 21,000 വോട്ടാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഈ പ്രാവശ്യത്തെ വോട്ട് നിങ്ങളാരും നോക്കിയോ? കാഞ്ഞിരപ്പള്ളി മണ്ഡലക്കാരൻ നോക്കിയോ? എത്ര വർദ്ധിച്ചിരുന്നത് നോക്കിയോ? കാഞ്ഞിരപ്പള്ളിയേക്കാൾ എനിക്ക് അത്ഭുതം പൂഞ്ഞാറാണ് എനിക്ക് കിട്ടിയത് 6,000 വോട്ട്. ഇപ്പൊ പൂഞ്ഞാറിലെ വോട്ട് 10 വർഷം കൊണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ 2026 നാം പോകുമ്പോൾ നമുക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധിക്കുന്ന, ഞാൻ പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ് ഈ ജില്ലയിൽ. ആ വിജയത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നിങ്ങളെല്ലാവരും. ജയിച്ചിട്ടുള്ള ആളുകളെല്ലാവരും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാം ജയിച്ച വാർഡിൽ നമുക്ക് ലഭിച്ച വോട്ടിന് നേരിരട്ടി വോട്ട് എന്റെ വാർഡിൽ താമര ചിഹ്നത്തിൽ ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന പ്രതിജ്ഞയാണ് ജയിച്ചിട്ടുള്ള ഓരോ പ്രവർത്തകരും, ഓരോ മെമ്പറും എടുക്കുന്നത്. പരാജയപ്പെട്ടു പോയവർ ചെറിയ വോട്ടുകൾക്കായിരിക്കാം നാം പരാജയപ്പെട്ടു പോയത്. പക്ഷെ ആ പരാജയത്തിന് എന്റെ പ്രതികാരം, ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുള്ള വാർഡിൽ 2026 BJPയെ എനിക്ക് ജയിപ്പിക്കാൻ സാധിക്കും. ആ വാശിയാണ് ഉണ്ടാകുന്നത്. ആ വാശിയോടുകൂടി പ്രവർത്തിച്ചാൽ ഒരു 10,000-15,000 വോട്ട് മറിഞ്ഞാൽ ഈ ജില്ലയിലെ മണ്ഡലങ്ങൾ നമുക്ക് ജയിക്കാൻ സാധിക്കും. 27,000-30,000 വോട്ട് കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നമ്മൾ 10,000 വോട്ട് കൂടി അധികം പിടിച്ചാൽ BJP ജയിക്കും. അതാണ് സാഹചര്യം. ഒരു അസംബ്ലി മണ്ഡലത്തിൽ 10,000 വോട്ട് അധികം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല. അങ്ങനെ എത്രയോ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും ഉദാഹരണം പറഞ്ഞുതരാം. 2010 തെരഞ്ഞെടുപ്പിൽ, 2011 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തൊട്ടടുത്ത കുട്ടനാട് മണ്ഡലത്തിൽ BJP കിട്ടിയത് 3,000 വോട്ട്. 2016 കിട്ടിയ കൂട്ടത്തിലെ 26,000 കിട്ടിയത് 26,000. 5 കൊല്ലം കൊണ്ട് ഒരു മണ്ഡലത്തിൽ 23,000 വോട്ട് നാം തന്നെ വർദ്ധിപ്പിച്ചതാണ്.
നരേന്ദ്രമോദി കുട്ടനാട് വന്ന് നടത്തിയിട്ടല്ല. നമ്മളെക്കാൾ സാധാരണക്കാരായ പ്രവർത്തകർ. ഞാൻ ഈ കുട്ടനാടിന്റെ ഉദാഹരണം നിങ്ങളോട് പറയുന്നത്, കുട്ടനാട്ടിലെ പാർട്ടി പ്രവർത്തകന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ആ വീട് പട്ടിണിയിലായിരിക്കും. അങ്ങനെയുള്ള ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരാണ്. ചുറ്റുപാടും വെള്ളത്തിൽ വിട്ട് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ തൊട്ടടുത്താണ്. ആ മണ്ഡലത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഈ ജില്ലയിൽ വരുന്ന, സംഘ ജില്ലയിൽ വരുന്ന പ്രദേശങ്ങളാണ്. അറിയാമല്ലോ. അവിടെ സാധിക്കുമെങ്കിൽ ആ മണ്ഡലത്തിലെ പ്രവർത്തകന്മാർക്ക് 5 കൊല്ലക്കാലം കൊണ്ട് 23,000 വോട്ട് അധികമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അഗ്രേസരന്മാരും അഗ്രഗണ്യന്മാരുമായ ഈ ചങ്ങനാശ്ശേരിക്കാർക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും പൂഞ്ഞാർക്കാർക്കൊക്കെ ഒരു 15,000 വോട്ട് വർദ്ധിപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ജയിക്കാൻ സാധിക്കണം. അങ്ങനെയാണ് മാറ്റമുണ്ടാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2026 പോകുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി, വിജയവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. നാം പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ പരിവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെയും കേന്ദ്രബിന്ദു ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. BJP കേന്ദ്രീകൃതമാകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക്, BJP കേന്ദ്രീകൃതമാകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മെല്ലെ നടന്നെടുക്കുകയാണ്. ആ രാഷ്ട്രീയത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം BJPക്കായിരിക്കും, BJPക്ക് മാത്രമായിരിക്കും. ആ ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അന്തേമാണ്.